Hi friends, I am Vijayalakshmi. Welcome to my YouTube channel R4V Garden. അപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് പർപ്പിൾ കളറിലുള്ള കാച്ചിലാണ്. എൻ്റെ കൈവശമുള്ളതെന്ന് പറയുന്നത് വെള്ള കളറിലുള്ള കാച്ചിലാണ്. അപ്പോൾ വ്യത്യസ്ത നിറത്തിലുള്ള കാച്ചിൽ കണ്ടപ്പോൾ വാങ്ങി. അപ്പോൾ അത് നടുകൂടി ചെയ്യാം. അപ്പോൾ കാച്ചിൽ ഒന്ന് അവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കാന്താരി ചമ്മന്തി ഉണ്ടാക്കി. കൂടാതെ കാച്ചിൽ എങ്ങനെ നട്ടാലാണ് നമുക്ക് മികച്ച രീതിയിലുള്ള വിളവ് കിട്ടുന്നത് വളരെ ഈസി ആയിട്ടും ഒരു പരിചരണത്തിൻ്റെ ആവശ്യമില്ലാണ്ട് നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നല്ല ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. കൃഷിയെ സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാണുന്ന കാച്ചിൽ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ വ്യത്യസ്തമായ നിറത്തിലുള്ള ഒരു കാച്ചിലായതുകൊണ്ടാണ് ഇതിനെ വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നല്ല മെജന്ത കളറിലുള്ള നിറം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മൂട് ഭാഗമാണ് വാങ്ങിയത്. അപ്പോൾ കുറച്ചൊന്ന് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ അതിനെ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ തൊലിയൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നല്ല മെജന്ത കളർ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ മൂട് ഭാഗം ഒന്ന് വെട്ടി മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിന് പുതിയ നടിയിൽ വസ്തുവായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 2 മൂടുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അകഭാഗം നമുക്ക് കണ്ടാലും അത് നല്ല നിറമുള്ളതാണ്. കാച്ചിലിൻ്റെ ഒരു ചെറിയ പീസായിരുന്നാൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് ഒരു പരിചരണത്തിൻ്റെ ആവശ്യമില്ലാണ്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ് കാച്ചിൽ, ചേന, ചേമ്പ് ഒക്കെ. അപ്പോൾ വെറുതെ നമ്മളൊന്ന് നട്ടുകൊടുത്താൽ മാത്രം മതി ഇത്. ഇനി ബാക്കിയുള്ള കാച്ചിലിനെ ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ നല്ല മെജന്ത കളർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി ഇതിനെ കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിൽ വെച്ച് വേവിച്ച് നമുക്ക് അവിച്ചെടുക്കാവുന്നതാണ്. ഇതിനെ നമുക്ക് വൈകുന്നേരം 4 മണിക്ക് ചായയോടൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. ധാരാളം ഫൈബേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ വളരെ കുറച്ച് എമൗണ്ടിലൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഒരു വിഭവമാണിത്. അപ്പോൾ എന്തായാലും ഇതിനെല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് അവിച്ചെടുക്കാം. ഇനി ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് വേഗം വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതിനെല്ലാം തന്നെ. ഇതിനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ അകഭാഗമൊക്കെ തന്നെ ആ സെയിം കളർ തന്നെയാണ്. അപ്പോൾ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്ത കാച്ചിലിനെ വെള്ളവും ചേർത്ത് അടുപ്പിൽ വേവിക്കാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ടിട്ട് ഇതിനോടൊപ്പം കഴിക്കാനുള്ള കാന്താരി ചതച്ചതും കൂടി റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ തോട്ടത്തിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളക്കാന്താരിയൊക്കെ തന്നെ പറിച്ചെടുക്കുകയാണ്. ആവശ്യത്തിന് എരിവുള്ളതാണ് ഈ വെള്ളക്കാന്താരി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം അതിനെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള കാന്താരിയൊക്കെ തന്നെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് പറയുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ അതും കൂടി പറിച്ചെടുത്തു. ഇനി ഇതിനെ നമുക്ക് ഇടിയിൽ വെച്ച് നന്നായിട്ട് ഇടിച്ചെടുക്കാവുന്നതാണ്. ആദ്യമേ കാന്താരി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ കൂടെ മാങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്, പിന്നെ കൊച്ചുള്ളി, കറിവേപ്പില, പിന്നെ വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് ഉപ്പാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കാന്താരി ചാച്ച റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എരിവുള്ള ഒന്ന് തന്നെയാണിത്. എന്നാൽ പച്ച കാന്താരിയുടെ അത്ര എരിവും ഇല്ല താനും. കുട്ടിക്കാലത്തൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഒന്നാണിത്. അപ്പോൾ വളരെയധികം ടേസ്റ്റോടുകൂടി കഴിക്കുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ ചെറുതായിരിക്കുമ്പോൾ അമ്മമ്മയ്ക്ക് കാർത്തികയ്ക്ക് അതിനാണ് ഈ കാച്ചിലൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കാച്ചിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഉപ്പ് ചേർത്തിട്ട് വടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് താളിക്കാനായിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് പൊട്ടിച്ച് ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വെന്തിരിക്കുന്ന കാച്ചിലേക്ക് ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കാച്ചിൽ അവിച്ചത് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ കാന്താരി ചതച്ചതും ചേർത്ത് ഇത് കഴിക്കാവുന്നതാണ്. കാച്ചിലുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിലും വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഒത്തിരി മസാലകളൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ പ്രായഭേദമന്യേ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒന്നുകൂടിയാണിത്. അപ്പോൾ വൈകുന്നേരം ചായക്കൊപ്പമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ് ഈ കാച്ചിൽ അവിച്ചെടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ കാച്ചിലുണ്ടുള്ള പുഴുക്കും ഒക്കെ വളരെ ടേസ്റ്റുള്ള ഒന്നാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് കാച്ചിലൊന്ന് നടുന്നതോടി കണ്ടു നോക്കാം. ഇന്ന് നടാൻ പോകുന്നതെന്ന് പറയുന്നത് പർപ്പിൾ കളറിലുള്ള കാച്ചിലാണ്. അതിൻ്റെ കൂടെ തന്നെ വെള്ള കളറിലുള്ള കാച്ചിൽ നടുന്നുണ്ട്. കൂടെ ഒരു ചേനയാണ് നടുന്നത്. അപ്പോൾ ഇതെല്ലാം നടുന്നതെന്ന് പറയുന്നത് ടെറസ് ഗാർഡനിലാണ്. ഈ 2 ചാക്കിലാണ് നടാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ടെറസ് ഗാർഡനിൽ നിന്നുള്ള പച്ചക്കറികളുടെ ഉണങ്ങിയ ചെടികളൊക്കെയാണ് ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പുല്ലുകളും പാഴ്പുല്ലുകളൊക്കെ തന്നെ
നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ കാലമായിട്ട് നിറച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഇതിലാണ് നടാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലെ കരിയിലകളൊക്കെ തന്നെ ഇതുപോലെ ചെറിയ ചാക്കുകളിലൊക്കെ തന്നെ ശേഖരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ കാച്ചിൽ, ചേന, ചേമ്പ് ഒക്കെ തന്നെ നടാവുന്നതാണ്. നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നതും. ഈ കരിയിലകളൊക്കെ തന്നെ പൊഴിഞ്ഞ് ചെടിക്ക് വളമായി മാറുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് മണ്ണും വളവും കൂടിയാണ്. അപ്പോൾ മണ്ണിൻ്റെ കൂടെ ഞാൻ കോഴി വളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ എടുത്തിരിക്കുന്ന മണ്ണിൽ കുമ്മായം കൂടി ചേർത്തിരിക്കണം. അപ്പോൾ കുമ്മായം ചേർക്കാത്ത മണ്ണാണെങ്കിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ചേർക്കാവുന്നതാണ്. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള വിളവ് നമുക്ക് അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ മണ്ണെല്ലാം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചവറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് ഈ മണ്ണും വളവും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വെറുതെ കത്തിച്ച് കളയുന്ന കരിയിലെ വേസ്റ്റൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രമല്ല മറ്റെല്ലാ പച്ചക്കറി കൃഷികളൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. കൂടാതെ ഗ്രോ ബാഗിൻ്റെ വെയിറ്റൊക്കെ തന്നെ കുറഞ്ഞിരിക്കുന്നതാണ്. ഇത് പൊടിഞ്ഞ് ചെടിക്ക് തന്നെ നല്ല വളമായി മാറുന്നതാണ്. അപ്പോൾ യാതൊരുവിധ പരിചരണത്തിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് കിട്ടുന്നതാണ് ചേന, ചേമ്പ്, കാച്ചിലൊക്കെ തന്നെ നടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ 2 ചാക്കുകളും തന്നെ ആവശ്യത്തിന് മണ്ണൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നടാനെടുക്കുന്ന നടീൽ വസ്തു നട്ടു കൊടുക്കാവുന്നതാണ്. അപ്പോൾ പർപ്പിൾ കളറിലുള്ള കാച്ചിലും വെള്ള കളറിലുള്ള കാച്ചിലുമാണ് ഞാൻ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നട്ടു കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതിയിൽ നിന്ന് കവർ ചെയ്യത്തക്ക രീതിയിൽ കുറച്ച് മണ്ണും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ നട്ടാൽ തന്നെ നമുക്കിത് മുളച്ച് വരുന്നതാണ്. അപ്പോൾ ഇത് നട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മീതിയിൽ കുറച്ച് കരിയില വെച്ചിട്ടുള്ള ഒരു പൊതയിലും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചൂട് സമയമാവുന്നതുകൊണ്ട് ഇതെല്ലാം തന്നെ ചിലപ്പോൾ അവിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് തണുപ്പ് കിട്ടത്തക്ക രീതിയിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പൊതയിലൊക്കെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. കൂടാതെ നമ്മൾ ഇതിനെ ഡെയിലി നനച്ചും കൂടി കൊടുക്കണം. നല്ല രീതിയിൽ പൊതയിലിട്ട് കൊടുക്കുന്നതോടുകൂടി ചെടിയുടെ ചുവട്ടിൽ നല്ല ഈർപ്പം നിലനിർത്താനും അതുപോലെ തന്നെ ചെടി നന്നായിട്ട് വളരാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ പിന്നെയും കരിയിലകളൊക്കെ തന്നെ കൂട്ടി കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നല്ല വലിപ്പമുള്ള കാച്ചിലൊക്കെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വള്ളികളൊക്കെ തന്നെ എത്രയും നല്ല രീതിയിൽ പടർന്നു വരും അത്രയും വലിപ്പമുള്ള കാച്ചിലൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വള്ളികളെ ഞാൻ മുകളിൽ താഴോട്ടാണ് പടർത്തി വിടാൻ വേണ്ടി പോകുന്നത്. ഇതേ രീതിയിൽ നടാവുന്ന ഒന്നാണ് ചേന എന്ന് പറയുന്നത്. അപ്പോൾ ചേനയും കൂടി നട്ടു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ചെറിയ മുള പൊട്ടിയിട്ടുള്ള ഒരു ചേന തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ മീതിയിൽ ഒരു പൊതയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ്. മാത്രമല്ല നമുക്ക് കിട്ടുന്ന കരിയിലകളൊക്കെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ കൂട്ടി നമ്മൾ ഫില്ല് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ തന്നെ ഇതിനും ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൃഷി ചെയ്യാൻ ഒട്ടും തന്നെ സമയമില്ല എന്ന് പറയുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഈ കിഴങ്ങ് വർഗ്ഗ കൃഷി എന്ന് പറയുന്നത്. നമുക്ക് യാതൊരുവിധ പരിചരണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്